Airdopes 161 ANC വാങ്ങിക്കണോ 141 ANC വാങ്ങിക്കണോ? കുറേ കൂട്ടുകാർ ഇപ്പോൾ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഈ രണ്ട് പ്രോഡക്റ്റുകളുടെ ഒരു കമ്പാരിസൺ ആണ് സ്പെക് വൈസ്. കാരണം ഞാൻ ആകെ അൺബോക്സ് ചെയ്തിട്ടുള്ളത് ഈ ഒരു 161 ANC ആണ്. അതുകൊണ്ട് തന്നെ 141 ANCയുടെ ആ ഒരു മൈക്ക് ക്വാളിറ്റി മ്യൂസിക് ക്വാളിറ്റി എനിക്കറിയത്തില്ല. പക്ഷേ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ 141 ANC യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അനുഭവം എന്താണ് അത് വീഡിയോയുടെ കമന്റായിട്ട് ഇടണേ. കാരണം കുറേ ആൾക്കാർക്ക് അത് യൂസ്ഫുൾ ആവുന്നുള്ള വേറൊരു സംശയമില്ല. എന്തായാലും വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത്, നമ്മുടെ ഇൻസ്റ്റയിലുള്ള DeepZStore പുതിയ AirPods Pro Generation 2ന്റെ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. 1:1 മാസ്റ്റർ കോപ്പിയാണ്. ബേസ് ലവർ ആണ് നിങ്ങളെങ്കിലും ഉറപ്പായിട്ടും ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചാൽ സാറ്റിസ്ഫൈഡ് ആവുന്നുള്ളൊരു വേറൊരു സംശയമല്ല. എന്തായാലും മറ്റുള്ള കാര്യങ്ങൾ ഉറപ്പായിട്ടും അറിയാനായിട്ട് DeepZStore ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇനി നമ്മുടെ ഇയർബഡുകളിലേക്ക് വരണമെങ്കിൽ Airdopes 161 ANC ആണെങ്കിലും 141 ANC ആണെങ്കിലും ബ്ലാക്ക്, വൈറ്റ്, ഗ്രീൻ എന്നിങ്ങനെ 3 കളേഴ്സിലാണ് ലഭ്യമാകുന്നത്. ഏതിനാണെങ്കിലും സ്പെഷ്യൽ ലോഞ്ച് ഓഫർ 1490 ആയിരുന്നു. എന്നാൽ ഇപ്പോൾ നോർമൽ റേറ്റ് 1690 ആണ്. പക്ഷേ ആമസോണിൽ നോക്കുകയാണെങ്കിൽ കിക്ക് സ്റ്റാർട്ടർ ഡീൽസ് നടക്കുകയാണല്ലോ, അതുകൊണ്ട് തന്നെ 1590 കിട്ടും. പക്ഷേ ഫ്ലിപ്കാർട്ടിൽ 1690 എന്നുള്ള ഒരു നോർമൽ റേറ്റിൽ തന്നെയാണ് കാണാൻ പറ്റുന്നത്. ഫിസിക്കലി ആകെ ഉള്ളൊരു ഡിഫറൻസ് എന്ന് പറയാനായിട്ട് നമ്മുടെ 161 ഒരു മാറ്റ് ഫിനിഷിന്റെ അകത്തൊരു ഗ്ലോസി ഫിനിഷ് ഒരു സംഭവമാണ് വരുന്നത് ഡിസൈൻ. 141 ANCയിലേക്ക് പോകുകയാണെങ്കിൽ ഇപ്പോൾ ഗ്രീൻ കളർ നിങ്ങൾ മേടിക്കുകയാണെങ്കിൽ ഈ ഗ്ലോസി ഫിനിഷ് ഭാഗം ഉണ്ടല്ലോ അതൊരു ഗോൾഡ് പ്ലേറ്റഡ് ആയിരിക്കും. അതല്ല നിങ്ങൾ വൈറ്റ് വാങ്ങിക്കുവാണെങ്കിൽ അവിടെ ഒരു പ്ലേറ്റ് ചെയ്തിരിക്കുന്ന പോലത്തെ ഒരു ഡിസൈൻ ആണ്. സോ കുറച്ച് റിച്ച് ലുക്ക് ആക്ച്വലി നമ്മുടെ 141 ANCയിൽ എന്നുള്ളതിൽ വേറൊരു സംശയമില്ല. പ്രത്യേകിച്ച് ഈ ഒരു ഗ്രീൻ ആൻഡ് ഗോൾഡ് കളർ നല്ല രസമുണ്ട് കാണാനായിട്ട് കേട്ടാ. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിഞ്ഞപ്പോൾ തന്നെ ഈ ഒരു കേസ് എന്ന് പറഞ്ഞത് വെറും ഒരു കേസ് അല്ല, ഒരു പവർ ബാങ്ക് ഒക്കെ കൂടിയാണ്. എന്തായാലും 161 ANCയിലേക്ക് വരണമെങ്കിൽ 500 mAh ബാറ്ററി കപ്പാസിറ്റിയോട് കൂടിയിട്ടാണ് വരുന്നത്. കൂടാതെ അപ് ടു 50 hours ആണ് കമ്പനി അവകാശപ്പെടുന്ന ടോട്ടൽ പ്ലേ ടൈം വിത്തൗട്ട് ANCയിൽ. എന്നാൽ ANC ഓൺ ആക്കുവാണെങ്കിൽ അത് അങ്ങോട്ട് അപ് ടു 40 hours പോകും. 1.5 hours ആണ് 100% ചാർജ് ആകാനായിട്ട്. കൂടാതെ ടൈപ്പ് സി ആണ്, ജസ്റ്റ് 10 മിനിറ്റ് ചാർജ് കഴിഞ്ഞാൽ 150 മിനിറ്റ് നമുക്ക് എസ്ആപ്പ് ചാർജിങ് ടെക്നോളജിയോട് കൂടിയിട്ട് കിട്ടും. കമ്പനി റെക്കമെൻഡ് ചെയ്യുന്ന ചാർജിങ് അഡാപ്റ്റർ 5V2 അതായത് 10 watts അഡാപ്റ്റർ ആണ്. ഇനി 141 ANCയിലേക്ക് വരണമെങ്കിൽ 400 mAh ബാറ്ററി കപ്പാസിറ്റിയോട് കൂടിയിട്ടാണ് വരുന്നത്. അപ് ടു 42 hours ആണ് കമ്പനി അവകാശപ്പെടുന്ന ടോട്ടൽ പ്ലേ ടൈം വിത്തൗട്ട് ANCയിൽ. എന്നാൽ ANC ഓൺ ആക്കുവാണെങ്കിൽ അപ് ടു 35 hours പോകും. 1.5 hours തന്നെയാണ് അവിടെ നമുക്ക് ചാർജ് ചെയ്യാൻ എടുക്കുന്ന സമയം. കൂടാതെ 10 minutes നമ്മൾ ചാർജ് കഴിഞ്ഞാൽ 150 മിനിറ്റ് തന്നെയാണ് അവിടെ നമുക്ക് ആ ഒരു എസ്ആപ്പ് ചാർജിങ് ടെക്നോളജിയോട് കൂടിയിട്ട് കിട്ടുന്നത് കേട്ടോ. 5V2 തന്നെയാണ് നമ്മുടെ ബോട്ട് അവിടെയും റെക്കമെൻഡ് ചെയ്യുന്ന ചാർജിങ് അഡാപ്റ്റർ എന്ന് പറയുന്നത്. ഇതിനകത്ത് ആകെ കാണാൻ സാധിക്കുന്നത് നമുക്ക് 50 മണിക്കൂർ ടോട്ടൽ പ്ലേ ടൈം 161 ANCയിൽ കിട്ടുമ്പോഴത്തേക്ക് അത് 42 മണിക്കൂറായിട്ട് ചുരുങ്ങുന്നു. അതായത് 8 മണിക്കൂർ കുറവാണ് നമ്മുടെ 141 ANCയിൽ. പിന്നെ 400 mAh 500 mAh ആ ഒരു ഡിഫറൻസ് ഉണ്ട്. അതായത് നിങ്ങൾക്ക് കുറച്ച് പ്ലേ ടൈം കൂടുതലാണ് ആഗ്രഹം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും 161 ANC ആയിരിക്കും കുറച്ച് ബെറ്റർ ആയിട്ടുള്ളത്. ഇനി നമുക്ക് ലിഡ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ അതിപ്പോൾ 141 അതല്ല 161 നമ്മൾ ഓൾറെഡി ഏത് ഡിവൈസിലാണോ പേരെടുക്കുന്നത് അതിലേക്ക് ഓട്ടോമാറ്റിക്കലി അങ്ങോട്ട് റീകണക്ട് ആവും. കാരണം ഇതിനകത്ത് രണ്ടിലും IWP ടെക്നോളജി ഉണ്ട് കേട്ടോ. കൂടാതെ ഇയർബഡുകളിലേക്ക് വരുവാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഇവിടെ ആ ഒരു ഫോട്ടോ നോക്കിയിട്ട് എനിക്ക് കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. ഓൾമോസ്റ്റ് ലൈക്ക് സെയിം, എന്താ പറയുക, ഡിറ്റോ തന്നെയാണ് 161 ആണെങ്കിലും അതുപോലെ തന്നെ 141 ആണെങ്കിലും. 10 mm ഡൈനാമിക് ഡ്രൈവേഴ്സോട് കൂടിയിട്ടാണ് ഈ രണ്ട് ഇയർബഡുകൾ നമുക്ക് ലഭ്യമാകുന്നത്. കൂടാതെ 35 mAh വീതം ഈ 141 അതുപോലെ തന്നെ 161 ബാറ്ററി കപ്പാസിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ അപ് ടു 6 hours ആണ് സിംഗിൾ പ്ലേ ടൈം രണ്ടിലും കിട്ടുക. കൂടാതെ ANC ഓൺ ആക്കുവാണെങ്കിൽ അതങ്ങോട്ട് അപ് ടു 5 hours പോകും. കൂടാതെ 35 minutes തന്നെയാണ് 100% ചാർജ് ആകാനായിട്ട് രണ്ട് ഇയർബഡിൽ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും കേസിലാണ് ആകെ നമ്മൾ ആളുകളെ പറ്റിക്കാൻ വേണ്ടിയുള്ള ഒരു ചെറിയൊരു ഡിസൈൻ മാറ്റം കൊണ്ടുവന്നിരിക്കുന്നത്. ബാക്കി എല്ലാം തന്നെ ഓൾമോസ്റ്റ് ലൈക്ക് സെയിം ആണ്. കൂടാതെ ക്വാഡ് മൈക്ക് വിത്ത് ENX ടെക്നോളജിയാണ് രണ്ടെണ്ണത്തിലും. അതേപോലെ തന്നെ SBC AAC കോഡ് കൊണ്ട് ANC ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ 32 dB ആണ്. കൂടാതെ ഡ്യുവൽ EQ മോഡ്സ് ഉണ്ട്. നമ്മുടെ സിഗ്നേച്ചർ സൗണ്ടും അതുപോലെ തന്നെ ബാലൻസ്ഡും. സത്യം പറഞ്ഞാൽ ഞാൻ ഓൾറെഡി 161 ANCന്റെ ആ ഒരു റിവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് ആക്ച്വലി ഇതിനകത്ത് ഫീൽ ചെയ്തത് നമ്മുടെ സിഗ്നേച്ചർ സൗണ്ട് അത്യാവശ്യം നല്ല രസമുണ്ട് കേൾക്കാനായിട്ട്. എന്നാൽ ബാലൻസ് മോഡ് എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര വലിയൊരു ഫീൽ ഒന്നും ഉണ്ടായിട്ടില്ല. ഒരു മെലോഡിയസ് ആയിട്ടുള്ളൊരു പാട്ട് ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് ചിലപ്പോൾ അത് ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. ബേസ് ഒട്ടുമില്ല. ഇപ്പോൾ ബാലൻസ്ഡ് ഔട്ട്പുട്ട് ആണെങ്കിൽ പോലും ബേസ് കുറച്ചെങ്കിലും ഒക്കെ വേണ്ടേ. എന്നാൽ അങ്ങനെയല്ല, ഒരു പാട്ടിലിട്ട് അടിക്കുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, അതാണ് എനിക്ക് ആക്ച്വലി ഈ ഒരു ബാലൻസ്ഡ് ഔട്ട്പുട്ട് കിട്ടിയത്. എന്തായാലും എൻ്റെ കയ്യിൽ ഇരിക്കുന്ന ഈ ഒരു പീസിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. മിക്കവാറും അത് തന്നെ ആയിരിക്കും മറ്റുള്ളതിലും. പക്ഷേ സിഗ്നേച്ചർ സൗണ്ട് അത്യാവശ്യം നല്ലതാണ്. ബേസ് ലെവർ ആയിക്കോട്ടെ, നല്ല ഒരു ഇടിയൊക്കെ അവിടെ കിട്ടുന്നുണ്ട്. റിച്ച് ഫീൽ എന്തായാലും ആ ഒരു സിഗ്നേച്ചർ സൗണ്ടിൽ കിട്ടുന്നുണ്ട്. എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ, ഈ ഒരു ക്രിസ്റ്റൽ ബയോണിക് ചിപ്സെറ്റ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, ബോട്ടിൽ ഇപ്പോൾ പലതിലും കൊണ്ടുവരുന്നുണ്ട്, നമ്മുടെ നിർവാണ അയോണിലൊക്കെ ഉണ്ട്. ആ ഒരു ക്രിസ്റ്റൽ ബയോണിക് ചിപ്സെറ്റ് ഉള്ള ഒരു പ്രോഡക്റ്റിൽ ആ EQ മോഡിലോട്ട് അങ്ങോട്ട് മാറുവാണെങ്കിൽ സിഗ്നേച്ചർ സൗണ്ട് ഒന്നുമല്ല കേട്ടോ, അതുപോലത്തെ ഒരു ഫീലാണ്. അപ്പോൾ എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് എനിക്ക് അങ്ങോട്ട് സത്യം പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല. എന്തായാലും ഇവിടേക്ക് വരുമ്പോഴത്തേക്ക് ഇപ്പോൾ 161 ANCയിൽ ആ ഒരു എന്താ പറയുക, ഒരു സിഗ്നേച്ചർ സൗണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. സാറ്റിസ്ഫൈഡ് ആകും, അതിൽ വേറൊരു സംശയമില്ല. കൂടാതെ ബ്ലൂടൂത്ത് വേർഷനിലേക്ക് വരുവാണെങ്കിൽ 5.3 ആണ്. 10 മീറ്റർ നമുക്ക് ആ ഒരു റേഞ്ച് കിട്ടും. അതേപോലെ തന്നെ IPX5ന്റെ ഒരു വാട്ടർ ആൻഡ് സെറ്റ് പ്രൊട്ടക്ഷൻ തന്നെയാണ് ഈ രണ്ട് പ്രോഡക്റ്റിലും നമുക്ക് ലഭ്യമാകുക. സോ അത്യാവശ്യം നല്ല ഹെവി റെയിനിൽ പോലും ഇത് ഉപയോഗിച്ചാലും അങ്ങനെ വലിയ പ്രശ്നങ്ങളെ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. എന്നാൽ വാട്ടർ ഡാമേജ് വന്നു കഴിഞ്ഞാൽ
കഴിഞ്ഞാൽ 1 വർഷം ഈ രണ്ടെണ്ണത്തിന് വാറണ്ടി ഉണ്ട്, എന്നാൽ വാറണ്ടി ക്ലെയിം ചെയ്ത് കിട്ടാൻ ചാൻസ് ഇല്ല. സർവീസ് ഒക്കെ അത്യാവശ്യം നല്ലതാണ്, നമുക്ക് ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല, നമുക്ക് ഈസി ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റും. ഓഫ്ലൈൻ സർവീസ് ഉണ്ടെങ്കിൽ അവിടെ കൊണ്ടങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ മതി, ഒരാഴ്ചക്കകത്ത് സാധനം നമ്മുടെ വീട്ടിലെത്തും. ഇനി അവിടെ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്താ പറയുക അന്ന് തന്നെ അവിടെ നിന്ന് നമുക്ക് വാങ്ങിച്ചുകൊണ്ട് വരാം. ഇനി അതല്ലെങ്കിൽ പോലും ചിലപ്പോൾ 2ാമത്തെ ദിവസം അവിടെ നിന്ന് കിട്ടും. എന്തായാലും അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് സർവീസിന്റെ കാര്യത്തിൽ നമുക്ക് ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല ബോട്ടിൽ കേട്ടോ. കൂടാതെ 50 ms ലോ ലേറ്റൻസി മോഡ് ഈ രണ്ട് പ്രോഡക്റ്റുകളിലും ഉണ്ട്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഗെയിം ഒക്കെ കളിക്കാൻ പറ്റും. എന്നാൽ നിങ്ങൾ ഒരു പ്രോ പ്ലെയർ ആണെങ്കിൽ ചിലപ്പോൾ ചെറിയ ഡിലേ അനുഭവിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ ആൻഡ്രോയിഡ് മൊബൈലാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ AAC കോഡൊക്കെ അങ്ങോട്ട് ഓഫ് ആക്കിയിട്ട് SBCയിൽ കളിക്കുവാണെങ്കിൽ ആ ഒരു 50 ms കറക്റ്റ് പക്ക കിട്ടാനും ഒക്കെ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയാണ് എന്തായാലും ഒരു ബോട്ട് Airdopes 161 ANC അതുപോലെ തന്നെ Airdopes 141 ANC നെ കുറിച്ചിട്ട് സ്പെക് വൈസ് നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഞാൻ പിന്നെ ആദ്യമേ പറഞ്ഞല്ലോ മ്യൂസിക് ക്വാളിറ്റി മൈക്ക് ക്വാളിറ്റി എനിക്ക് ഇത് രണ്ടും അറിയത്തില്ല. എന്നാൽ 161 ANCന്റെ ആ ഒരു മ്യൂസിക് ക്വാളിറ്റിയാണ് ഞാൻ പറഞ്ഞത്. പിന്നെ മൈക്ക് ക്വാളിറ്റി അറിയണമെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ ആ ഒരു അൺബോക്സിംഗ് വീഡിയോ പോയി കണ്ടു കഴിഞ്ഞാൽ കറക്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവും. എന്നാലും ഓവറോൾ നമ്മളിപ്പോൾ നോക്കുവാണെങ്കിൽ ആകെ എനിക്ക് കാണാൻ സാധിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു 500 mAh 400 mAh അല്ലാണ്ട് വേറൊരു വ്യത്യാസമില്ല കേട്ടോ. ഒരു 8 മണിക്കൂർ ഡിഫറൻസ് നമുക്ക് ഈ രണ്ട് പ്രോഡക്റ്റുകളിലും കാണാം. അതർവൈസ് ഇപ്പോൾ നിങ്ങൾ 141 ആയാലും അതല്ല 161 ആയാലും ഏത് വാങ്ങിച്ചാലും വർത്ത് ബൈങ് എന്നുള്ളൊരു വേറൊരു സംശയമില്ല. കുറച്ച് കൂടുതൽ പ്ലേ ടൈം ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ഉറപ്പായിട്ടും 141 ANCയിലേക്ക് പോകൂ. അതല്ല നിങ്ങൾക്ക് ഇപ്പം അതിനൊന്നും വലിയ പ്രശ്നം ഇല്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും 161 ANCയിലേക്ക് പോകും. ഞാൻ പറയണത് ഏതിനാണോ കാശ് കുറവായിട്ട് നമുക്ക് കിട്ടുക, അതിപ്പോൾ ബിഗ് ബില്യൺ ഡേയ്സിൽ ആയിക്കോട്ടെ അതല്ല നമ്മുടെ ആ ഒരു ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ ആയിക്കോട്ടെ, ഏതിലാണെങ്കിലും അതിലേക്ക് അങ്ങോട്ട് പോകാനേ ഞാൻ പറയത്തുള്ളൂ. അല്ലാണ്ട് വേറെ ഒരു വ്യത്യാസവും ഈ രണ്ട് പ്രോഡക്റ്റുകൾ തമ്മിലില്ല. പിന്നെ നമുക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിയാണ് ഈ ഒരു 500 mAh 400 mAh അതുപോലെ തന്നെ 42 മണിക്കൂറും 50 മണിക്കൂറും ഒക്കെ എഴുതിയിരിക്കുന്നത്. നമ്മൾ ഏതാണെങ്കിൽ പോലും ഒരു 60% കേട്ടാലേ പക്ക ഇവർ പറയുന്ന കമ്പനി പറയുന്നത് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ ഉറപ്പായിട്ടും ഇതൊക്കെ അങ്ങോട്ട് വീണ്ടും കുറയാൻ ചാൻസ് ഉണ്ട്. സോ നമ്മൾ കൂടുതൽ അങ്ങോട്ട് ഈ ഒരു 50ലും 42ലും എന്താ പറയുക സ്റ്റിക്ക് ഓൺ ചെയ്യേണ്ടെന്നേ ഞാൻ അങ്ങോട്ട് പറയത്തുള്ളൂ. നിങ്ങൾക്ക് ഏതാണ് കാശ് കുറവ് അത് അങ്ങോട്ട് വാങ്ങിക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ 161 ANC അതുപോലെ തന്നെ 141 ANCയിൽ ഏത് വാങ്ങിക്കണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് മാറി കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സോടെ ജസ്റ്റ് ഷെയർ ചെയ്യുക, കൂടുതൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.